പെർഫോമൻസ് ഒക്കെ ഉള്ളത് നന്നായിരിക്കും. നല്ല, അതായത് ഓരോ ഒരു പഴയ പോവുള്ളൂ, പക്ഷെ കണ്ട നല്ല ഇഷ്ടപ്പെടും. വിഷ്വലൊക്കെ അടിപൊളിയാണ്, വേറെ ഒരു മാറ്റമില്ല. പക്ഷെ അത് കാണണം, എല്ലാവർക്കും അത് വന്ന് തിയേറ്ററിലിരുന്ന് കണ്ടാലേ അത് മനസ്സിലാവും. അങ്ങനത്തെ ഒരു പടമാണ്. ചേട്ടാ, കഥ എനിക്ക് ഫ്ലാറ്റ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഒരു കഥയെന്ന് പറയുന്നത് ചെറിയൊരു പ്ലോട്ട് തന്നെ അവർ വലിച്ചിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്. ക്ലൈമാക്സ് ആയിട്ടൊന്നും എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഫ്ലാറ്റ് നമുക്ക് വെറുതെ ഒരു ടൈമിന് എവിടെയെങ്കിലും വന്ന് ടൈമിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ചുമ്മാ ഇരുന്ന് കാണാം, അത്രേ ഉള്ളൂ പടം. പെർഫോമൻസ് മറ്റേ ചെറിയൊരു ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്തു, വേറെ ഇഷ്യൂ ഒന്നുമില്ല. വിഷ്വലൊക്കെ അടിപൊളിയാണ്. നമുക്ക് ആ ശ്രീലങ്ക ഇതെല്ലാം കണ്ടിരിക്കാനൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഒരു കഥ വെച്ച് ഒരു ചെറിയൊരു റോബറി ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കഥ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, ഒന്നും ഒരു എൻഗേജിങ് ആയിട്ട് ഒന്നും ഒരു ഫീലിംഗ് ഇല്ല. ഫിലിം ഫെസ്റ്റിവലിനെ കണക്കാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് സിനിമ. എന്നാൽ അതിന് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് കിട്ടാൻ മാത്രമുള്ള അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോൾ വിചാരിച്ചു ദർശനയുടെയും റോഷൻ്റെയും എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ്, രണ്ടുപേരും നല്ല മികച്ച ആർട്ടിസ്റ്റുകളല്ലേ, അതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അതുമില്ലായിരുന്നു സിനിമയിൽ. പിന്നെ ആകെ എടുത്തു പറയാനുള്ളത് ഒരു സിനിമാറ്റോഗ്രഫി, ഛായാഗ്രഹണം, അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രീലങ്കയിൽ ചെന്ന് കാണുന്ന പോലെ ശ്രീലങ്കയിലെ ഒരു വിഷ്വൽ ബ്യൂട്ടിയൊക്കെ നന്നായിട്ട് ആ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. പിന്നെ ദർശനയും റോഷനും അവരുടെ ആ ഒരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി അത് ഇതിലും കാണാൻ, ഓൺ സ്ക്രീൻ ബയോളജിയും കൂടെ അതിലുണ്ട്. അമ്മാതിരിയുള്ള ഒരു സീനുകളാണ്. ഓക്കെ, വേറൊന്നുമില്ല. കെമിസ്ട്രിയും ബയോളജിയും പടം കുഴപ്പമില്ല. ആക്ച്വലി IFFK കാണാൻ പറ്റിയില്ല എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ്, അതുകൊണ്ട് വന്നതാണ്. ഓവറോൾ കുഴപ്പമില്ല. ഒരു പ്രസക്തിയുള്ളൊരു ആനുകാലിക പ്രസക്തിയുള്ളൊരു സാധനമാണ്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമാണ് പടത്തിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. അവരത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ശ്യാം ഫെർണാണ്ടോ എന്ന് പറഞ്ഞ നടൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ല കൊള്ളാം, നല്ല റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒട്ടേറെ പുരസ്കാരങ്ങൾ കിട്ടിയൊരു പടമാണ്. 1.5 മണിക്കൂറാണ് ഡ്യൂറേഷൻ. കൊള്ളാം, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ബ്രോ? നല്ല പടം. നല്ലൊരു ഫീൽ ഗുഡ്, അങ്ങനെ തുടങ്ങി വേറെ ഇതിലോട്ട് മാറുന്ന ഒരു പടം. ആ ഒരു സിറ്റുവേഷൻ ആവുന്നതാണ് പടത്തിനെ പറ്റി പറയുന്നത്. നല്ല പടമാണ്. അവരൊരു സിറ്റുവേഷനിലായി പോകുന്നതാണ്, അതിനെപ്പറ്റി പറയുന്ന ഒരു പടമാണ്. ആർക്കും കൂടെ പറ്റാം, ഒരു അങ്ങനത്തെ ഒരു രീതി. ഇല്ല, കുഴപ്പമില്ല. മെസ്സേജ് അങ്ങനെ ഒന്നുമില്ല. ഒരു IFFK കൊണ്ടായിരുന്ന പടമാണ്, കുഴപ്പമില്ല.